വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യനിൽ നിരാശ ഉളവാക്കുക എന്നത് സാത്താൻ്റെ വലിയ തന്ത്രമാണ്. നിരാശ വിശ്വാസികളെ അവിശ്വാസത്തിലേക്കും പാപത്തിലേക്കും തള്ളിവിടുന്ന അവസ്ഥയാണ്. നിരാശ ബാധിച്ച വിശ്വാസിക്ക് ലോകത്തിലെ ഒരു നന്മയും കാണുവാൻ കഴിയില്ല. ലോകം അപകടത്തിലേക്ക് നീങ്ങുന്നു, സഭയുടെ നിലനിൽപ്പ് പരിതാപകരമാണ് എന്നൊക്കെ നിരാശ ബാധിച്ച വിശ്വാസി പുലമ്പിക്കൊണ്ടേയിരിക്കും. ഒരു നല്ല ഭാവിയെക്കുറിച്ച് യാതൊരു ശുഭപ്രതീക്ഷയും നിരാശ ബാധിച്ച വിശ്വാസിയിൽ കാണുകയേ ഇല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അഗ്നിച്ചൂളയ്ക്ക് മുൻപിൽ നിന്ന 3 ബാലന്മാരെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അവരുടെ മുൻപിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ കൽപ്പനയും സ്വർണ്ണപ്രതിമയും തീച്ചൂളയും ഉണ്ട്. ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരുന്ന ഈ 3 ബാലന്മാരെ നിരാശയിലാഴ്ത്തുന്ന കൽപ്പനയായിരുന്നു സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം എന്നത്. അന്നത്തെ സാഹചര്യം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അന്ന് സ്വർണ്ണബിംബത്തെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ട സ്ഥാനത്ത് മതത്തിൻ്റെ വേഷമണിഞ്ഞ മതേതരത്വമാണ് മനുഷ്യൻ്റെ ആരാധന ആവശ്യപ്പെടുന്നത്. അതിന് കീഴ്പ്പെടാത്തവരെ നശിപ്പിക്കുമെന്നുള്ള ഭീഷണി തീച്ചുള്ളിൽ സ്ഥാനം അലങ്കരിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുൻപാണല്ലോ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി ജയിലിൽ അടച്ചത്. നിരാശയുടെ അനുഭവത്തിൽ വീഴാവുന്ന എല്ലാ സാഹചര്യവും ഇന്ന് വിശ്വാസിയുടെ മുൻപിൽ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിരാശയിൽ വീഴാതെ രാജാവിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ തങ്ങളുടെ തീരുമാനം അറിയിച്ച 3 ബാലന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബത്തെ വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ ഈ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്ന് കൽപ്പിച്ച രാജാവിനോട് ബാലന്മാർ പറയുന്നത്, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് കൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. ദാനിയേൽ 3:18. ഇസ്രായേൽ സഭയുടെ ദൗർബല്യമോ നിസ്സഹായതയോ അവരെ അധൈര്യപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്തില്ല. കാരണം ദൈവത്തിൻ്റെ അജയ്യമായ ശക്തി അവർക്ക് യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് നിരാശ അവരെ ബാധിച്ചതേ ഇല്ല. അല്ലെങ്കിലും എന്ന് അവർ പറഞ്ഞ വാക്കിന് വളരെ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കാര്യം സാധിച്ചു തന്നാൽ ഞാൻ നിന്നോട് ചേർന്നിരിക്കും, നീ എൻ്റെ ദൈവമായിരിക്കും. ഹാരാനിലേക്ക് ഓടിപ്പോയ യാക്കോബ് ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തെ തുടർന്ന് ദൈവത്തോട് പറഞ്ഞത്, നീ എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന വഴിയിൽ വേണ്ടതെല്ലാം തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ നിർത്തി ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. നീ എനിക്കെല്ലാം തന്നാൽ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ നീ എൻ്റെ ദൈവമായിരിക്കും എന്ന് യാക്കോബിനെ പോലെ പറയുന്ന വിശ്വാസിയാണോ ഞാനും നീയും? ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സമൃദ്ധിയും നല്ല കാലവും വരുമ്പോൾ മാത്രമല്ല യഹോവയിൽ ആനന്ദിക്കേണ്ടത്. ഇയ്യോബ് പറഞ്ഞതുപോലെ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് പറവാൻ നമുക്ക് കഴിയണം. അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ കൊണ്ടു നടക്കുന്ന വിശ്വാസിയാകരുത്. അങ്ങനെയുള്ളവരെയാ പെട്ടെന്ന് നിരാശ ബാധിക്കുന്നത്. പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെയും ലൗകിക സമ്മർദ്ദങ്ങളുടെയും നടുവില നാം ഇന്ന് ജീവിക്കുന്നത്.
ഇന്ന് സത്യത്തിനും നീതിക്കും യാതൊരു വിലയുമില്ല. അസത്യവും അക്രമവും വിജയം വരിച്ച് മുന്നേറുകയാണ്. അല്പവിശ്വാസികൾ ഭയപ്പെട്ട് ഇവയ്ക്കെല്ലാം കീഴടങ്ങുന്നു. എന്തു വന്നാലും, പരിഹാസപാത്രമായാലും, സത്യം ക്രൂശിക്കപ്പെട്ടാലും ഞാൻ ഉറച്ചു നിൽക്കും, ദൈവം എന്നെ വിടുവിക്കും. ഇനി അഥവാ മരിക്കേണ്ടി വന്നാലും ഞാൻ സത്യമേറ്റ് അധർമ്മത്തെ അനുഗമിക്കുകയില്ല എന്ന് പറവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൽ മാത്രമുള്ള വിശ്വാസവും പ്രാർത്ഥനയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയവും നമ്മിലുണ്ടെങ്കിൽ ഒരിക്കലും നിരാശ നമ്മെ തളർത്തുകയില്ല. ലോകത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കോളിളക്കത്തിനും നമ്മെ ഭയപ്പെടുത്തുവാൻ കഴിയില്ല. കർത്താവേ, ഉറച്ച വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എല്ലായ്പ്പോഴും നിന്നോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ.